ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടാനായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 3 വളവ് കഴിയുമ്പോഴാണ് അംഗനവാടി ഉള്ളത്. ഇതൊരു ഫാമാണ്. ആട്, കോഴി, താറാവ് അതിനെയൊക്കെ വളർത്തുന്ന ഒരു ഫാമാണ്. ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാവേ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പം ഈ വെള്ളം കിടക്കുന്ന കണ്ടില്ലേ, ഇത് മഴവെള്ളമല്ല, ഇത് ഉറവ വെള്ളമാണ്. ഇവിടെ ഈ ഉറവ ഒഴുകുന്ന ഒരു ഏരിയയാണ് ഇത്. അപ്പം ഞങ്ങൾ പണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇട്ട പേരാണ് ഉറവ സ്ഥലം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ താമസിക്കുന്നിടത്ത് തോടോ കുളമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ആകെ വെള്ളമുള്ളത് ഈ ഒരു ഉറവ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഓർണാൻ മാത്രമായിട്ട് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ അവിടെയൊക്കെ കിണറ്റിൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഉള്ള സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിരുന്നു. പിന്നെ ആ പോസ്റ്റ് കാണുന്ന ആ വഴി മുഴുവൻ വെള്ളമാണ്, ഉറവ വെള്ളം കേട്ടോ, നല്ല വെള്ളമാണ്. അവിടുത്തെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവരുടെ വാതിലാണല്ലോ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്തോ വലിയ സംഭവം പോലെയായിരുന്നു അന്ന്. ആ കാണുന്ന ബിൽഡിങ്ങാണ് അംഗനവാടി. അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു കുളമുണ്ട്. ഈ ഒരു കുളം ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത് കളരിക്കൽ എന്നാണ്. അപ്പം ഇവിടെ ഒരു കളരിക്കൽ കുടിവെള്ള പദ്ധതിയുണ്ട്. ഇത് ഫുള്ള് നെറ്റൊക്കെ ഇട്ട് സേഫായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ആളുകൾ ഇവിടെ കുളിക്കാറും അതുപോലെ തന്നെ അലക്കാനൊക്കെ വരുന്ന ഒരു ഏരിയ ആയിരുന്നത് പണ്ട്. പിന്നെ കുഞ്ഞെന്നെ നോക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിരിക്കുന്നുണ്ടോ, കണ്ടോ, ഇരിക്കുന്നു കണ്ടോ, ഇരിക്കുന്നു. പിടിച്ച് തുമ്പിയെ പിടിക്കാൻ അറിയാവുന്നോ? നമ്മൾ ഈ സാധാരണ ഈ മാട്ടയിലൊക്കെ, അതായത് മതിലയിലൊക്കെ ഈ ഒരു മഞ്ഞ കളറിലുള്ള പൂവുണ്ടായി നിൽക്കുന്ന കാണാറുണ്ടല്ലേ. അതിൻ്റെ തണ്ട്, അതായത് ആ ചെടിയുടെ തണ്ട്, അതായത് നമ്മളൊന്ന് ചതച്ചിട്ട് നമുക്ക് പല്ലുവേദനയൊക്കെ വരാൻ നേരത്ത് ആ ഭാഗത്ത് വെക്കുവാണെങ്കിൽ പല്ലുവേദന മാറുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ചെടി ഓർമ്മയുണ്ടോ? നമ്മുടെ ഇവിടെ പൊട്ടങ്ങയെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എന്നാണ്. നമ്മൾ പണ്ടൊക്കെ പൈസയാക്കിക്കൊണ്ടിരുന്ന സാധനം. ഇതിൻ്റെ ചെറുത് 5 രൂപ, ഇച്ചിരി കൂടി വലുത് 10 രൂപ, അങ്ങനെ. ഇതൊരു 500 രൂപയായിരിക്കും അല്ലേ? 500 രൂപ. ഒരു സീതപ്പഴം കിടക്കുന്നു. ഒന്നല്ല കേട്ടോ, ഇതേലും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഈ പൊട്ടങ്ങയെന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇതിനൊരു ചെറിയൊരു പുളിയുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഒരു കറുത്ത കളറിലാവും. എന്നാലും കൊള്ളാം. ഇത് ഒരു സർപ്പക്കാവാട്ടോ, അതായത് വടക്കേടത്ത് കുടുംബത്തിൻ്റെ അധീനതയിലുള്ള ഒരു സർപ്പക്കാവാണ്. എല്ലാ മാസവും ലാസ്റ്റ് ഞായറാഴ്ച ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഈ പൂവിൻ്റെ പേര് കാക്കപ്പൂ. ഇതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ലാത്ത പൂവട്ടോ. കാണിച്ചു തരാമേ. ഈ സംഭവത്തിനെ കണ്ടിട്ടുണ്ടോ? പൊങ്ങല്യം പാറ്റ. കൈ കൊണ്ട് തൊടല്ല, നമുക്കൊരു കമ്പും കൊണ്ട് തൊടാം. കണ്ടോ പറന്നു പോകുന്നുണ്ടോ? കണ്ടോ? ഈ പാറ്റ പോലെ ഇരിക്കുന്ന ഈ സംഭവം ഈ പൊങ്ങല്യം എന്ന് പറയുന്ന മരത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ പൊങ്ങല്യം പാറ്റയെന്ന് പറയുന്നത്. ഇതും ഒരു സർപ്പക്കാവാണ്. തെക്കേടത്ത് ശ്രീ നാഗരാജ നാഗേക്ഷി ക്ഷേത്രം, ഞങ്ങളുടെ കുടുംബക്ഷേത്രം. അപ്പോൾ ഇതും നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ ഉള്ളതാണ്. എല്ലാ മാസവും ആയില്യത്തിനാണ് ഇവിടെ പൂജയുള്ളത്. ഇതും ഭയങ്കര കാടായിരുന്നു. അതായത് റോഡിൻ്റെ നിരപ്പിനേക്കാളും പൊങ്ങി നല്ല പൊക്കത്തിലായിരുന്നു ഈ കാവ് ഉണ്ടായിരുന്നത്. പിന്നെ മണ്ണൊക്കെ എടുത്ത് താത്ത് ഇവിടെ അമ്പലം പണിയുവാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി.
ഇത് നമ്മുടെ കൈരാതപുരം മഹാദേവ ക്ഷേത്രം. അതും നമ്മുടെ വീടിനോട് അടുത്ത് തന്നെയുള്ള അമ്പലമാണ്.